ഒരു സൂപ്പർ പോരാട്ടം നടക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണൽ പോരാട്ടം. മുന്നേറ്റ നിര അടിമുടി മാറിയെത്തുന്ന യുണൈറ്റഡും കഴിഞ്ഞ സീസണിലെ ദൗർലഭ്യങ്ങളൊക്കെ പരിഹരിച്ചെത്തുന്ന ആഴ്സണലും ഏറ്റുമുട്ടുമ്പോൾ മത്സരം തീ പാർന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ രാത്രി 9 മണിക്കാണ് മത്സരം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന സീസണായിരുന്നു കഴിഞ്ഞ വർഷം. പ്രീമിയർ ലീഗിൽ കളിച്ച 38 മത്സരങ്ങളിൽ 18ലും തോറ്റ് 15ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അലക്സ് ഫെർഗൂസൻ ക്ലബ് വിട്ട ശേഷം ലീഗിലിടം സ്വപ്നം മാത്രമായ ചുവന്ന ചെകുത്താന്മാർക്ക് രക്ഷകരായി പലരും വന്നെങ്കിലും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പോലും പലപ്പോഴും നേടാനായില്ല. കഴിഞ്ഞ വർഷത്തെ ടീമിൽ നിന്നും മുന്നേറ്റത്തിൽ 3 പുതിയ താരങ്ങളുമായാണ് ഇത്തവണ ഇറങ്ങുന്നത്. പ്രീമിയർ ലീഗ് ക്ലബ്ബായ വോൾസിൽ നിന്ന് മത്തേയസ് കുന്യ, ബ്രെൻറ്റ്ഫോർഡിൽ നിന്ന് ബ്രയാൻ എംബുമോ, ജർമ്മൻ ക്ലബ്ബ് RB ലീപ്സിഗിൽ നിന്ന് ബെഞ്ചമിൻ സെസ്കോ എന്നിവരാണ് ടീമിലെത്തിയത്. അപ്പോഴും പ്രതിസന്ധിയായി മധ്യനിരയും നിരന്തരം ഗോൾ വഴങ്ങുന്ന പ്രതിരോധ നിരയുമുണ്ട്. പടിക്കൽ കലമുടക്കുന്ന പതിവ് ഇത്തവണയെങ്കിലും അവസാനിപ്പിച്ച് കിരീടം നേടാനുള്ള ശ്രമത്തിലാണ് ആർസണൽ. പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും സന്തുലിതമായ ടീമാണെങ്കിലും നിർണായക മത്സരങ്ങളിൽ കാലിടറുന്നതാണ് കഴിഞ്ഞ സീസണുകളിൽ തിരിച്ചടിയായത്. മുന്നേറ്റത്തിൽ കരുത്തായി സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്ന് ഗോയിക്കേഴ്സും മധ്യനിരയിൽ മാർട്ടിൻ സൂബമെൻഡിയും പുതുതായി എത്തിയിട്ടുണ്ട്. പരിശീലകൻ ആർട്ടേറ്റയുടെ തന്ത്രങ്ങൾ തന്നെയാണ് ഗണ്ണേഴ്സിന്റെ പ്രതീക്ഷ. ഇന്നത്തെ മറ്റ് മത്സരങ്ങളിൽ മുൻ ചാമ്പ്യന്മാരായ ചെൽസി ക്രിസ്റ്റൽ പാലസിനെ നേരിടും. എവർട്ടൺ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.